ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷെയിമായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് എന്തായാലും കൊടുക്കണം. എന്നെക്കുറിച്ച് ആരും എന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ എന്നെക്കൊണ്ട് കഴിയുമെന്നുള്ള ഒരു ചിന്ത എടുത്ത് മാറ്റി ഞാൻ ഒന്നും കൂടി സീറോ ആവാനായിട്ട് തീരുമാനിച്ചു. ആ നിമിഷമാണ് ഞാൻ മനസ്സിലാക്കിയത്, നമ്മളെക്കൊണ്ടൊന്നും കഴിയത്തില്ല. എല്ലാം ദൈവത്തിന് കൊടുത്താൽ അത് അമ്മ കൃത്യസമയത്ത് നമുക്ക് നടത്തി തരും. അവിടെ ചെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പത്രം കൊടുത്തപ്പോൾ എന്നോട് 2 ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു, രണ്ടാമത് ഉടമ്പടി പുതുക്കിയിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ആയില്ലല്ലോ എന്ന് ചോദിച്ചു. എനിക്കത് വല്ലാതെ എന്നെ ഹേർട്ട് ചെയ്തെങ്കിലും പിന്നെ ഞാനത് ചിന്തിച്ചു. ഞാൻ അവരോട് ചിരിച്ചിട്ട് പറഞ്ഞു, എല്ലാ സമയമാകുമ്പോൾ എൻ്റെ മാതാവ് എനിക്ക് നടത്തി തരും. അവസാനം ഞങ്ങൾ ഒരു ഡേറ്റ്, ഞാനും ഹസ്ബൻഡും കൂടി വെളുപ്പിന് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റപ്പോൾ പറഞ്ഞു, ഏപ്രിൽ 30 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. ആ ഒരു ഡേറ്റ് ഞങ്ങൾ എഴുതി വെച്ചു. ഈശോ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഓരോ വെഡിങ് ആനിവേഴ്സറിക്ക് മറ്റുള്ള ഗിഫ്റ്റുകൾ കിട്ടി ഒരു താൽക്കാലിക സന്തോഷം മാത്രമേ ഞങ്ങൾക്ക് ലഭിച്ചുള്ളൂ. ഇനി അത് ഞങ്ങൾക്ക് വേണ്ട. ഇനി ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുവാണെങ്കിൽ അത് അമ്മയും തിരുക്കുമാരനെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു സമ്മാനമായിരിക്കണമെന്ന് ഞങ്ങൾ എഴുതി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, അങ്ങനെ മാർച്ച് മാസം എൻ്റെ LMP എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെക്ക് ചെയ്തു. നോക്കിയപ്പോൾ എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി. പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ പറഞ്ഞതുപോലെ ഏപ്രിൽ 30 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് അമ്മ വലിയൊരു സമ്മാനം തന്നു.